എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കേട്ടോ. ഫുൾ വിശേഷം വന്നിട്ടില്ല, അത് വന്നു കഴിയുമ്പോ അപ്പൊ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ കണ്ടത് നന്ദയെ മുറി പൂട്ടിയിട്ട് ഗൗതം താഴേക്ക് ഇറങ്ങി വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനുമാണ് അർജുനും പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അർജുനാണ് നല്ല സുന്ദരനായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പിങ്കി. അങ്ങനെ വന്ന് നിന്നപ്പോഴാണ് നന്ദയടത്തി എത്തിയിട്ടില്ലെന്നുള്ള ആ സത്യങ്ങളൊക്കെ അറിയണേ. നന്ദയടത്തി മുറിയിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അർജുൻ പറഞ്ഞു, അതെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം നന്ദയടത്തിനെ. ഞാൻ വിളിച്ചിട്ടുണ്ടോ നന്ദയടത്തി ഇറങ്ങി വരുമെന്ന് പറയാ. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, അതെ നീയെന്നല്ല, ഇവിടെ ആര് വിളിച്ചെന്ന് പറഞ്ഞാലും നന്ദ ഇറങ്ങി വരാൻ പോകുന്നില്ല. അവളുടെ അഹങ്കാരം, അവൾക്കൊന്ന് കോളേജിലേക്ക് പോണം പോലും. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, നീ എന്തൊക്കെയാ ഗൗതം ഈ പറയണേ? ഇത്രയും നല്ലൊരു ചടങ്ങ് ഇവിടെ നടന്നു കഴിയുമ്പോ കോളേജിലേക്ക് പോകാനായിട്ടോ? അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാ. അതെന്നെ വല്യമ്മ ഞാൻ അവളോട് പറഞ്ഞേ, പക്ഷെ അതൊന്നും അനുസരിക്കാനായിട്ട് അവള് കൂട്ടാക്കില്ല. അവളുടെ പിടിവാശി. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അല്ല നന്ദയടുത്തി അങ്ങനെ പിടിവാശി എടുക്കണമെങ്കിൽ അതിന് പിന്നെ തക്കതായ കാരണം കാണുമായിരിക്കും. തക്കതായ കാരണമുണ്ട്. അവൾക്ക് സെമിനാറിന് പോണം പോലും. അതെ ഗൗതമേട്ടാ, സെമിനാറിന് പോണേ നന്ദയടുത്തി പൊക്കോട്ടെ. അതിനിപ്പോ ഇവിടെ എന്താ കുഴപ്പമിരിക്കണേ? ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ. അതിനേക്കാളും വലിയ കാര്യമല്ലേ നന്ദയടുത്തിയുടെ സെമിനാർ. MBBS മേടിക്കുന്ന സ്റ്റുഡന്റ് അല്ലേ. അപ്പോൾ ഓരോ സെമിനാറിനും അതിൻ്റെതായ പ്രാധാന്യം കാണുമായിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഗൗതമേട്ടന്? ഗൗതമേട്ടൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ അല്ലല്ലോ വലുതെന്ന് ചോദിക്കുക. എനിക്കറിയാം നീ അവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് നന്ദി കാണിക്കുന്നതായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെ നന്ദി കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നന്ദയുടെ സ്വഭാവം എനിക്കറിയാം. ഈ വീട്ടിലുള്ള ഓരോരുത്തരെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന. അതുകൊണ്ട് നന്ദയുടെ ഒരിക്കലും തെറ്റായ രീതിയിൽ ചെയ്യുവോ പ്രവർത്തിക്കോ ഒന്നും അല്ല, തെറ്റായ രീതിയിൽ പറയോ പ്രവർത്തിക്കോ ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. ലക്ഷ്മിയും പറഞ്ഞു, മോനെ നീ ഈ ഗൗതമിനോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇവന് ഞാൻ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല. അല്ല നന്ദടത്തിന് ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടതിപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു, നീ അങ്ങ് തന്നെ പോയിട്ട് കാര്യമില്ല. എന്താ ലക്ഷ്മിയമ്മ അങ്ങനെ പറഞ്ഞേ? ഇവൻ അവളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കോ എന്ന് പറയാ. പൂട്ടിയിരിക്കോ? ഇത് എന്തൊക്കെയാ ഗൗതമേട്ടെ പറയണേ? അതേന്ന് പറയാണ്. ഇത് കേട്ട പിങ്കിക്ക് സന്തോഷമായി. സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം, ഇതങ്ങോട്ട് കലക്കും. ഇങ്ങനെ തന്നെ വേണം. അവൾക്കിട്ട് കൊടുക്കാനുള്ള പണി അവൾക്കിട്ട് കൊടുത്തിരിക്കുന്നത്. താൻ ഇത്ര പെട്ടെന്ന് ഇവർ രണ്ടുപേരും അടിച്ചു പിരിയുന്നുള്ള കാര്യം പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അർജുന് ദേഷ്യം വന്നു. അർജുൻ പറഞ്ഞു, ആ കീ ഇങ്ങതാ ഏട്ടാന്ന് പറയാണ്. കീ ഒന്നും തരത്തില്ല. അങ്ങനെ ഇപ്പൊ നീ അവളെ തുറന്നു വിടണ്ടെന്ന് പറയാ. എന്ത് പരിപാടി ഏട്ടാ കാണിക്കണേ? ഇതന്നെ ഏട്ടന്റെ അടിമയാണോ? അതോ പൂട്ടിയിട്ട് വളർത്താനൊക്കെ? അല്ല നന്ദയടത്തേതായ ഇഷ്ടങ്ങളുണ്ട്. സെമിനാറിന് പോകാനാണെങ്കിൽ പോട്ടെ, അതിന് ഇവിടെ പൂട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഗവൺമെന്റ് ഒരു പോലീസ് ഓഫീസറാന്നുള്ള കാര്യം മറക്കരുത്. നന്ദയടത്തി ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പരാതി ഗവൺമെന്റിനെതിരെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനകത്ത് കിടക്കും. ഭാര്യയാന്ന് പറഞ്ഞുകൊണ്ട് എന്തും അടിച്ചേൽപ്പിക്കാന്നുള്ള ഇതൊന്നും ഇല്ല. അറിയാലോ, നിയമങ്ങളൊക്കെ എന്നെക്കാളും കൂടുതലായിട്ട് ഗവൺമെന്റിന് അറിയാവുന്നതല്ലേ. എന്നിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തേ. ഈ സമയം അരുന്ധതി പറഞ്ഞു, അവളുടെ അഹങ്കാരം കാണണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അവളുടെ അഹങ്കാരത്തിന് ഇത് തന്നെ വേണം. അവൾ അവിടെ കിടക്കട്ടെ. പച്ചവെള്ളം പോലും ആരും കൊണ്ട് കൊടുക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അതെ നന്ദയടത്തി അവിടെ നിന്ന് ഇറങ്ങി ഒരു പരാതി കൊടുത്ത ഗൗതമേട്ടൻ മാത്രമല്ല അകത്താവുന്നേ, എല്ലാവരും അകത്താവും ഗാർഹിക പീഡനത്തിന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? പിന്നീട് പത്രങ്ങളും TV ചാനലുകളും നിറഞ്ഞു നിൽക്കുമെന്ന് പറയാം. അതിനേക്കാളും ഭേദം ഗൗതമേട്ടൻ ആ കീയും കൂടെ തരുന്നാന്ന് പറയാം. ഗൗതമിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. അന്നേ വേണ്ട, ഞാൻ പോയി കഥക് തല്ലി പൊടിച്ചോളാം, അതിന് കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, ഇന്ന് ആ കീ എന്ന് പറഞ്ഞാൽ കൂടെ കൊടുക്കുകയാണ്. അർജുന ആ കീ മേടിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ലക്ഷ്മിയമ്മയും മോഹിനി പവിത്രയൊക്കെ പുറകെ ചെല്ലുവാണ്. ഈ സമയം നന്ദയാരാ ബുദ്ധിമതി. നന്ദ അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. നന്ദയ്ക്കല്ലേലും നന്ദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തല പോയാലും ശരി, ആ കാര്യം നടത്തിയെടുക്കാണ്ട് നന്ദ മാക്സിമം ട്രൈ ചെയ്യും. അവളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ അവളത് ചെയ്തിരിക്കും. അവളങ്ങനെ അവിടെയുള്ള ബാൽക്കണി വഴി അവൾ അങ്ങനെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ ഇതൊന്നും ഇവിടെയുള്ളവരാരും അറിഞ്ഞിരുന്നില്ല. അവരുടെ എല്ലാം വിചാരം എന്താ, നന്ദ ഇപ്പൊ കരഞ്ഞു തളർന്നിട്ടുണ്ടാവും എന്നായിരിക്കും പിങ്കിയുടെ വിചാരം. ആ ഒരു കാഴ്ച കാണാനായിട്ട് പിങ്കി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, എന്നാലും അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ജഗന്നാഥൻ പറഞ്ഞു, ഇതിനൊക്കെ നല്ല തിരിച്ചടി കൊടുക്കണം ഗൗതത്തിന്റെ കൈക്ക് ബലമില്ലാഞ്ഞിട്ട്. അല്ലെങ്കിൽ അവളെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട, അത്രേ ഉള്ളൂ. മോഹിനിയെ കണ്ടില്ലേ, ഞാൻ പറയുന്നതിനപ്പുറം ഉണ്ടോ? ഈ സമയം മഹേശ്വരൻ പറഞ്ഞു, ലക്ഷ്മിയുടെ കാര്യം തന്നെ എടുത്തു നോക്കി. അവൾ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താ. അവൾക്ക് ജോലി വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതിയെന്ന്. അതുകൊണ്ട് എന്താ, അവൾ എന്റെ ഭാര്യയായിട്ട് ഒരു കുഴപ്പമല്ലേ നിൽക്കുന്നു. ഞങ്ങൾ തമ്മിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ്. ഈ സമയത്ത് പിങ്കി പറഞ്ഞു,
അതൊക്കെ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ വലിയ ആളാന്നല്ലേ അവളുടെ വിചാരം. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് പോലും. എല്ലാം അവിടെ എപ്പോഴും അവളുടെ കാല് തിരുമ്മിക്കൊണ്ട് നിൽക്കുവാണെങ്കിൽ അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ നടത്തുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ടാ വല്യമാവ് അവള് വരാത്തെ. ഒരു പക്ഷേങ്കിൽ അവള് നടത്തുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇവിടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയ പ്രകടനം തന്നെ അവള് നടത്തിയെന്ന് പറയാം. പിങ്കിമോള് വിഷമിക്കണ്ട, അവൾ ഇന്ന് ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയത്ത് അർജുൻ പോയി കതവ് തുറക്കുവാണ്. കതവ് തുറന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നന്ദേനെ കണ്ടില്ല. നന്ദയുടെ തീത് എവിടെ പോയി നിറച്ച് ചുറ്റും നോക്കി കഴിയുമ്പോഴാണ് അവിടുത്തെ ഡോറ് തുറന്നു കിടക്കുന്നുണ്ടേ. പുറത്തേക്കുള്ള ബാൽക്കണിയൊക്കെ ഡോറ് തുറന്നു കിടക്കുന്നുണ്ടേ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും ഇല്ല. അപ്പോൾ ഒരു സാരിയുടെ ഇത് കിടക്കുന്നുണ്ടു. കാരണം സാരി കെട്ടിയിട്ട് താഴേക്ക് അത്തേക്കൂടെ ഇറങ്ങിയാണ് നന്ദ പോയിരിക്കണേ. ഇത് കണ്ടതും അർജുന് ഒരു കാര്യം മനസ്സിലായി. നന്ദ അടുത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു. അർജുന് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, മുറിക്കകത്ത് പിടിച്ചു പൂട്ടിയിട്ടാണ് ഗൗതമേട്ടൻ വിടാതിരിക്കാൻ വേണ്ടി. പക്ഷേങ്കിൽ നന്ദയടുത്ത് തന്റെ ബുദ്ധി പ്രയോഗിച്ച് പോയിരിക്കുന്നു. അല്ലെങ്കിൽ നന്ദയടുത്ത് എങ്ങനെയാ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുമെന്ന് ലക്ഷ്മിയമ്മയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത്. ഗൗതം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നന്ദേനെ കണ്ടില്ല. ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, നീ നോക്കുമൊന്നും വേണ്ട, അവള് പോയെന്ന് പറയണ. പോയോ അങ്ങോട്ട്? പിന്നെ നീ പിടിച്ച് മുറിക്കകത്ത് കൂട്ടിയിട്ടുണ്ട്, അവൾ ഇവിടെ കിടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയണ. അർജുൻ പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരൻ ഗൗതമേട്ടനാ. ഗൗതമേട്ടൻ കാരണം തന്നെയാ നന്ദയടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാന്നറിയോ? നന്ദയടുത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്മാറാൻ നന്ദയടുത്തേക്ക് പറ്റില്ലാന്ന്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഗൗതമേട്ടൻ ആദ്യം തന്നെ അങ്ങോട്ട് സമ്മതിച്ചാൽ പോരായിരുന്നു ആ സെമിനാറിന് പോകാനായിട്ട്. നന്ദയടുത്തിനെ പറഞ്ഞു വിടുവായിരുന്നെങ്കിൽ നന്ദയടുത്ത് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുക. ഗൗതമിന് ഇതിനേക്കാളും വലിയൊരു അടി കിട്ടാനില്ല. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, അവളുടെ അഹങ്കാരം, അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ കിട്ടി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ ഞാൻ പറയുന്ന അനുസരിക്കാതെ തന്നിഷ്ടം കാണിച്ചിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ്. ഈ സമയം അർജുൻ പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരൻ ഗൗതമേട്ടൻ തന്നെയല്ലേ? ലക്ഷ്മിയൻ പറഞ്ഞു, അല്ല അർജുൻ മോഹൻ പറഞ്ഞാല് എന്ത് തെറ്റായിരിക്കണേ? അവൾ ചെയ്തത് ഇപ്പൊ തെറ്റാന്ന് എനിക്കൊരിക്കലും തോന്നില്ല. നീ അവളെ പിടിച്ച് മുറി പൂട്ടിയിട്ടു. ഒരിക്കലും ചെയ്യാൻ പാടാത്ത തെറ്റാ നീ ചെയ്ത ഗൗതം. അതിന് പകരമായിട്ട് അവൾ ഇങ്ങനെ ചെയ്തു. ഇത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാ. നീ ഈ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ട് നീ മാത്രമല്ല വേദനിക്കുന്നത്, ഇവിടെയുള്ള ഞങ്ങൾ എല്ലാവരും വേദനിക്കുന്നുണ്ട്. അത് നീ മനസ്സിലാക്കണം. നീ നിന്റെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ അവളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവളുടെ കാര്യത്തെക്കുറിച്ച്. അവൾക്ക് അവളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അവളൊരു ഭാര്യ മാത്രമല്ല, അവളൊരു പെണ്ണും കൂടെയാണ്. അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളുണ്ട് ഗൗതം. അപ്പൊ അതിനെയൊക്കെ നീ ഇങ്ങനെ ഒരു മുറിക്കകത്തിട്ട് അടച്ചിടാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതിപ്പോ രണ്ട് കൈയും കൂട്ടിയിടിച്ചാലോ ഒച്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നീ ഇങ്ങനെ വെറുതെ അവളോട് പോയി വഴക്കടിച്ചിട്ട് കാര്യമില്ല. അവൾ ഒരിക്കലും അത് വിട്ടുതരാനും പോകുന്നില്ല. കാരണം ശരിയാണെങ്കിൽ അവൾ നിന്നോടൊപ്പം നിൽക്കും. പക്ഷെ തെറ്റെന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവൾ ഒരിക്കലും കൂട്ടു നിൽക്കുന്നില്ല. ഇത്രയും കാലമായല്ലേ നിന്നോടൊപ്പം അവൾ ജീവിക്കുന്നതായിട്ട്, ഇതുവരെയായിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു, ഇതെനിക്ക് അഹങ്കാരമാ എന്നാ ലക്ഷ്മി എടുത്തി പറയണേ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട്, അതും ഇത് ആൺകുട്ടികൾ പോലും ഇങ്ങനെയും ചെയ്യത്തില്ല ഇന്നത്തെ കാലത്ത്. പിന്നെയല്ല നന്ദ ചെയ്തിരിക്കുന്നേ. അതെ, നീ അവളെ കുറ്റപ്പെടുത്തണ്ട മോഹിനി. അവളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിനക്കറിയാലോ. പിന്നെ നീ എന്തിനാ വെറുതെ ഇങ്ങനെ പറയണേ? എന്റെ നന്ദമോൾ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അതങ്ങനെയാണല്ലോ, എപ്പൊ എന്തൊക്കെ കാണിച്ചാലും ലക്ഷ്മിയായിട്ട് എപ്പോഴും അവളോടൊപ്പം നിൽക്കുവല്ലേ ഉള്ളെന്ന് പറയണം. പിന്നീട് നാണം കെട്ട് ഗൗതം താഴേക്ക് ഇറങ്ങി വരുവാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. ഈ സമയത്ത് മഹേശൻ ചോദിച്ചു, അല്ല അർജുനൻ നീ പോയി വിളിച്ചിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വരാൻ കൂട്ടാക്കില്ല അല്ലേന്ന് ചോദിക്കണം. അവരുടെ വിചാരം എന്താ, മുറിയിലിക്കകത്ത് ഇരിക്കുവാന്നുള്ളതാ. ജഗന്നാഥൻ പറഞ്ഞു, അതെങ്ങനെയാ, അഹങ്കാരം ചില്ലറയൊന്നും അല്ലല്ലോ. സ്വന്തം ഭർത്താവ് പറഞ്ഞിട്ട് പോലും അനുസരിച്ചില്ല, പിന്നെയാണ് ഇനിയിപ്പോ അർജുൻ പോയി പറഞ്ഞ അനുസരിക്കുന്നത്. ഈ സമയം പവിത്ര പറഞ്ഞു, അതൊന്നും അല്ല വല്യച്ച. എന്താ, നന്ദയടുത്ത് മുറിയിലില്ലാന്ന് പറയാണ്. മുറിയിലില്ലേ? പിന്നെ അവളെ എല്ലേ പോയി? നന്ദയടുത്ത് ആ ബാൽക്കണി വഴി രക്ഷപ്പെട്ടെന്ന് പറയാണ്. കോളേജിലേക്ക് പോയെന്ന് പറയാം. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിത്തെരിച്ചു പോയി. ജഗന്നാഥൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ അഹങ്കാരം ഇച്ചിരി കൂടുതലാണ്. കണ്ടില്ലേ, ഈ ഇന്ദീവരത്തിന് ചേരുന്ന പ്രവൃത്തിയാണ് അവൾ ചെയ്തിരിക്കുന്നത്. ഇന്ദീവരത്തിലുള്ള അവളുടെ സ്വന്തം ഭർത്താവ് പറഞ്ഞിട്ട് പോലും അവളെ അനുസരിച്ചില്ല, തന്നിഷ്ടപ്രകാരം നടന്നിരിക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദി ഗൗതം തന്നെയാ. ഗൗതം ഇതിന് ഉള്ള വളം വെച്ച് കൊടുത്തിട്ട് അവൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു പറയണം. പെട്ടെന്ന് ഗൗതത്തിന് വല്ലാത്ത നാണക്കേടായിപ്പോയി. പിങ്കി പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്റെ നേരെ ചാടിക്കിടക്കാൻ വരുമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പിങ്കിക്ക് ഒരു അവസരം വീണ് കിട്ടിയിരിക്കുന്ന പിങ്കി അത് മുതലെടുക്കുവാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, അവൾ എന്റെ ഭാര്യയാണ്, അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾ കുട്ടികളെ വെച്ചിട്ടുണ്ടെന്ന് പറയാം. അർജുൻ പറഞ്ഞു, ഏട്ടൻ എന്തിനാ ഇത്രമാത്രം രോഷാകുലനാന്നേ? നന്ദേടത്തി സെമിനാറിന് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അതിനിപ്പോ ഇനി ഇതിന്റെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഫംഗ്ഷൻ നടക്കാണ്ട് ഞാനും പിങ്കി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളിലെ ഫംഗ്ഷന്റെ മെയിൻ ആൾക്കാർ. പിന്നെന്താ കുഴപ്പം? നന്ദേടത്തി വൈകുന്നേരം തിരിച്ചു വരട്ടെ, അതിനോടൊരു പ്രശ്നമില്ല. ഫംഗ്ഷൻ അതിന്റെ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് പറയാണ്.
ഗൗതത്തിന് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. ഗൗതം ഇങ്ങനെ ചില മനസ്സിൽ ചില കണക്കുകൂട്ടുകളൊക്കെ നടത്തിയിരിക്കുക. അങ്ങനെ വൈകുന്നേരം നന്ദ സെമിനാറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോരി ഒഴിയപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു അർജുന്. അല്ല അർജുനല്ല, സോറി, ഗൗതം നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദ ഇങ്ങോട്ട് വന്നതും ഗൗതം പറഞ്ഞു അവിടെ നിൽക്കാൻ പറയാണ്. പെട്ടെന്ന് നന്ദി ഒന്ന് നോക്കി. എന്താ കാര്യം, എന്താന്ന് ചോദിക്കണ. നീ അങ്ങോട്ടാ പോന്നെ? തന്നെ ഇഷ്ടപ്പെടാൻ രാവിലെ ഇറങ്ങിപ്പോയതല്ലേ? അങ്ങനെ തോന്നുമ്പോ പോകാനും തോന്നുമ്പോ കയറി വരാനായിട്ട് ഇത് സത്രമൊന്നും അല്ലാന്ന് പറയണം. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. എന്ത് നിയമങ്ങള്? ഞാൻ ഇവിടെ ആരുടെ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ലെന്ന് നന്ദ പറയാ. തെറ്റിച്ചിട്ടല്ലേ പോലും. അതെ, ഞാൻ നിന്റെ ഭർത്താവോ, ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണമെന്ന് പറയാ. ഇത് കേട്ട നന്ദയ്ക്ക് ദേഷ്യം വന്നു. ആണോ? അതെ, ഭർത്താവായിട്ട് കാണണമെങ്കിൽ ഭാര്യയ്ക്ക് അവരുടേതായ സാധനങ്ങൾ കൊടുക്കണം. ഭാര്യയുടെ വാക്കുകൾ ഇച്ചിരിയെങ്കിലും അംഗീകരിക്കുന്നവനായിരിക്കണം. അല്ലാതെ വെറുതെ ഭർത്താവെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഗൗതം സാർ എന്ന് പറയാണ്. ഇത് കേട്ടതും ഗൗതം ഒന്ന് ഞെട്ടി. അരുന്ധതി എല്ലാരും കൂടെ നോക്കി നിൽക്കുമല്ലേ. ഗൗതത്തിന് വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ വന്നു. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഇവള് തനിക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. അത് ഗൗതത്തിനെ സംബന്ധിച്ചോളം വലിയൊരു ക്ഷേമമായി പോയി. താൻ വലിയ പോലീസ് ഓഫീസറാ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗൗതത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ താൻ പറയുന്നല്ലേ ഇവള് അനുസരിക്കണമെന്നാ. പക്ഷെ നന്ദയാണെങ്കിലോ, നന്ദ ഒരു ഇച്ചിരി പോലും വിട്ടുകൊടുത്തില്ല. നന്ദയ്ക്കറിയായിരുന്നു ഇവിടെ താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. താൻ ഒരു തെറ്റും ചെയ്തില്ല. താൻ കറങ്ങാനോ വേറെ ഒരു കാര്യത്തിനോ അല്ല പോയത്. സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോയതാ. തന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടർ ആണെന്നുള്ളത്. അപ്പൊ ആ ആഗ്രഹം നിറവേറ്റുക എന്നുള്ള തന്റെ കടമയാണ്. അതിനിപ്പോ ആരൊക്കെ എതിർത്താലും താൻ അത് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാട്ടോ എന്തൊക്കെയാവുമെന്ന്. അപ്പൊ മിക്കവാറും നന്ദനെ ഇറക്കി വിടാനായിട്ട് ശ്രമിക്കും. നന്ദനെ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. കാരണം ഇന്ത്യ വരത്തിന്ന് നന്ദയ്ക്ക് പോയ വേറെ ഇടമില്ല എന്നുള്ള കാര്യം ലക്ഷ്മിയമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ നന്ദയുടെ സ്വഭാവമല്ലേ, നന്ദ ചിലപ്പോൾ ഒറ്റബുദ്ധിക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കും. പക്ഷെ ഗൗതത്തിന് വേറൊരു നിർവാഹം ഉണ്ടായിരിക്കില്ല. ഗൗതം അവസാനം നന്ദയുടെ മുന്നിൽ കീഴടങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.